നമസ്കാരം. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. ഈ യൂണിറ്റിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ എന്നിങ്ങനെ രണ്ട് വാതക നിയമങ്ങളും മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കേവലം 3 ആശയങ്ങളും പഠിച്ചാൽ ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയ പൂർണ്ണമാകും. അതിനാൽ മോൾ കൺസെപ്റ്റിലെ ആ പ്രധാന ആശയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകിയതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗ്രാം ആറ്റോമിക മാസ്, ചുരുക്കി പറഞ്ഞാൽ GAM, അതുപോലെ ഗ്രാം മോളിക്കുലർ മാസ് GMM, മൂന്നാമതായി മോൾ എന്നിവയാണ് ഈ ആശയങ്ങൾ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ വസ്തുക്കളുടെ ക്വാണ്ടിറ്റി പ്രസ്താവിക്കാൻ പലതരം യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് കിലോഗ്രാം, ഗ്രാം, ലിറ്റർ, ഡസൻ, ജോഡി എന്നിങ്ങനെ പലതും. വസ്തുവിൻ്റെ സ്വഭാവം, അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ യൂണിറ്റുകളാണ് നാം ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 കിലോഗ്രാം പഞ്ചസാര, അതല്ലെങ്കിൽ 1 ലിറ്റർ പാൽ, 1/2 ഡസൻ വള എന്നൊക്കെ പറയുമ്പോൾ അവയോരോന്നും എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. അത്തരത്തിലുള്ള 3 യൂണിറ്റുകളാണ് GAM, GMM, മോൾ എന്നിവ. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ കിലോഗ്രാം, ലിറ്റർ, ഡസൻ പോലെയുള്ള അളവുകൾ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമാണോ അതേ രൂപത്തിൽ തന്നെ ഈ 3 അളവുകളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ഗ്രാം ആറ്റോമിക് മാസ് ആണ്, GAM ആണ്. അതെന്താണെന്ന് നോക്കാം. ഓരോ എലിമെൻറ്റിനും, ഓരോ മൂലകത്തിനും ഒരു ആറ്റോമിക് മാസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണം, ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 ആണ്. അതിനാൽ 1 ഗ്രാം ഹൈഡ്രജനെ ഒരു GAM ഹൈഡ്രജൻ എന്ന് വിളിക്കും. അതായത് ആറ്റമിക് മാസ് എത്രയാണോ അതിനെ ഗ്രാമിൽ പറയുന്നതാണ് ഗ്രാം ആറ്റമിക് മാസ്. ഇനി ഓക്സിജന്റെ കാര്യം എടുത്താലോ? ഓക്സിജന്റെ ആറ്റോമിക മാസ് 16 ആണ്. അതിനാൽ 16 ഗ്രാം ഓക്സിജനെ നമുക്ക് 1 ഗ്രാം ആറ്റോമിക് മാസ് ഓക്സിജൻ, ഒരു GAM ഓക്സിജൻ എന്ന് വിളിക്കാം. സ്വാഭാവികമായും 32 ഗ്രാം ഓക്സിജനെ 2 GAM ഓക്സിജൻ എന്ന് വിളിക്കാം. അതുപോലെ 8 ഗ്രാം ഓക്സിജനെ ഹാഫ് GAM ഓക്സിജൻ എന്ന് വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു നിശ്ചിത മാസ് എലിമെന്റ് തന്നാൽ അത് എത്ര GAM ആണ്, എത്ര ഗ്രാം ആറ്റോമിക് മാസ് ആണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഉദാഹരണം, 60 ഗ്രാം കാർബണിനെ 5 GAM കാർബൺ എന്ന് വിളിക്കാം. എങ്ങനെയാണത് കിട്ടിയത്? നമുക്കറിയാം 12 ഗ്രാം കാർബണിനെയാണ് ഒരു GAM കാർബൺ എന്ന് വിളിക്കുക. എങ്കിൽ 60 ഗ്രാം എന്നത് 60/12 = 5 GAM ആയിരിക്കും. അപ്പോൾ നമുക്ക് GAM എന്താണെന്ന് ബോധ്യപ്പെട്ടു. ഇനി ഗ്രാം മോളിക്കുലർ മാസ് അഥവാ GMM എന്താണെന്ന് നോക്കാം. ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് ഒരു GMM എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ജലത്തിൻ്റെ മോളിക്കുലർ ഫോർമുല H2O എന്നാണ്. അതായത് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതിനാൽ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് 1 + 1 + 16 = 18 ആയിരിക്കും. അതായത് അതിനകത്തുള്ള ആറ്റങ്ങളുടെ ആകെ മാസുകളുടെ തുക സം 18 ആണ്. അതായത് ജലത്തിൻ്റെ മോളിക്കുലർ മാസ്, തന്മാത്രാഭാരം 18 ആണ്. അതുകൊണ്ട് 18 ഗ്രാം ജലത്തെയാണ് നാം ഒരു GMM ജലം, ഒരു ഗ്രാം മോളിക്കുലർ മാസ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 ആണ്. അതിനാൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനെ നാം ഒരു GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കും. സ്വാഭാവികമായും 88 ഗ്രാം ഉണ്ടെങ്കിൽ അതിനെ 2 GMM എന്ന് വിളിക്കാം. 22 ഗ്രാമേ ഉള്ളുവെങ്കിൽ അതിന് നമുക്ക് ഹാഫ് GMM എന്ന് വിളിക്കാം. ഇനി അടുത്തത് മോൾ എന്ന ആശയമാണ്. നമ്മൾ
12 എണ്ണത്തെ ഒരു ഡസൻ എന്ന് പറയുന്നത് പോലെ 6.022 ഇൻറ്റു 10⁻23 എണ്ണമുള്ള ഏതൊരു കൂട്ടത്തെയും ഒരു മോൾ എന്ന് വിളിക്കാം. അതായത് ഒരു കൂട്ടം വസ്തുക്കളെയാണ് ഡസൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൂട്ടം വസ്തുക്കളെ, ഒരു കൂട്ടം പാർട്ടിക്കിളുകളെയാണ് മോൾ എന്നും വിളിക്കുന്നത്. 12 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ ഒരു ഡസൻ എന്ന് വിളിക്കും. 2 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ ഒരു ജോഡി എന്ന് വിളിക്കും. ഇനി അതല്ല 6.022 ഇൻറ്റു 10⁻23 എന്ന വലിയ ഒരു സംഖ്യയാണിത്. ഇത്തരത്തിൽ എണ്ണമാണ് അതുള്ളതെങ്കിൽ അതിനെ നമുക്ക് ഒരു മോൾ എന്ന് വിളിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ജലം നിർമ്മിച്ചിരിക്കുന്നത് ജലതന്മാത്രകൾ കൊണ്ടാണ്, വാട്ടർ മോളിക്യൂൾസ് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ ആ ബീക്കറിൽ ഒരു മോൾ ജലതന്മാത്രകൾ ഉണ്ട് എന്ന് നാം പറയും. അതല്ലെങ്കിൽ ആ ബീക്കറിൽ ഒരു മോൾ ജലമുണ്ടെന്ന് പറയാം. നാം ഈ പറഞ്ഞ സംഖ്യയെ, അതായത് 6.022 ഇൻറ്റു 10⁻23, ഈ സംഖ്യയെ അവഗാഡ്രോ സംഖ്യ, അവഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഇനിയാണ് ഈ യൂണിറ്റിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതെന്താണെന്ന് നോക്കാം. ഏത് ഒരു എലിമെന്റിന്റെയും ഒരു GAMൽ, ഒരു ഗ്രാം ആറ്റോമിക മാസിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടാകും. അതായത് 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഒരു GMMൽ, ഒരു ഗ്രാം മോളിക്കുലർ മാസിൽ ഒരു മോൾ മോളിക്യൂളുകൾ ഉണ്ടാകും. അപ്പോൾ ഒരു GAMൽ അവഗാഡ്രോ നമ്പറോളം ആറ്റങ്ങൾ ഉണ്ടാകും. ഒരു GMMൽ അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളുകളും ഉണ്ടാകും, തന്മാത്രകളും ഉണ്ടാകും. ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. നൈട്രജന്റെ ആറ്റോമിക മാസ് 14 ആണ്. അതായത് 14 ഗ്രാം നൈട്രജനെയാണ് നാം ഒരു GAM നൈട്രജൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് 14 ഗ്രാം നൈട്രജനിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പറോളം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു വലിയ ബലൂണിൽ 14 ഗ്രാം നൈട്രജൻ നിറച്ചു എന്ന് കരുതുക. എങ്കിൽ ആ ബലൂണിനകത്ത് 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നോക്കൂ, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത കോടാനകോടി നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണം കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നുവെന്നതാണ് മോൾ കൺസെപ്റ്റിന്റെ സവിശേഷത. ഇനി അതുപോലെ ജലത്തിന്റെ മോളിക്കുലാർ മാസ് 18 ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 18 ഗ്രാം ജലത്തെയാണ്, 18 ഗ്രാം വാട്ടറിനെയാണ് ഒരു GMM വാട്ടർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് 18 ഗ്രാം ജലത്തിൽ ഒരു മോൾ മോളിക്യൂൾസ് ഉണ്ടാകും, ഒരു മോൾ തന്മാത്രകൾ ഉണ്ടാകും. അത് 36 ഗ്രാം ജലമാണെങ്കിലോ 2 മോൾ മോളിക്യൂൾസ് ഉണ്ടാകും. 9 ഗ്രാം ജലമാണെങ്കിൽ 1/2 മോൾ മോളിക്യൂൾസ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ, അതായത് GAM, GMM, മോൾ എന്നീ 3 കാര്യങ്ങൾ, 3 ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മോൾ കൺസെപ്റ്റ് എന്ന ടോപ്പിക്കിലെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ലവലേശം സംശയമില്ലാതെ ഉത്തരമെഴുതാൻ നിങ്ങൾക്കാകും. പരിശീലനത്തിന് വേണ്ടി നമുക്ക് ഏതാനും ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇറ്റ് ഈസ് ടേക്കൺ 64 ഗ്രാം ഓഫ് ഓക്സിജൻ ഇൻ എ സിലിണ്ടർ. ഹൗ മെനി GAM ആർ ദെയർ ഇൻ ഇറ്റ്? അതായത് ഇതിൽ എത്ര GAM ഓക്സിജൻ ഉണ്ട്? അടുത്തത്, എത്ര GMM ഓക്സിജൻ ഉണ്ട്? മൂന്നാമത്തെ ചോദ്യം, സി ക്വസ്റ്റ്യൻ, ഈ സിലിണ്ടറിനകത്ത് എത്ര മോൾ ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? അതുപോലെ ഇതിനകത്ത് എത്ര മോൾ ഓക്സിജൻ മോളിക്യൂളുകളുണ്ട്, തന്മാത്രകളുണ്ട്? അത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെ എത്ര മോളിക്യൂളുകളുണ്ട്? അവസാനമായി ഇതിൽ എത്ര ആറ്റങ്ങളുണ്ട്? അങ്ങനെ 6 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരു കാരണവശാലും SLC പരീക്ഷയിൽ ഇത്തരത്തിൽ ഒരു ചോദ്യവും ഉപചോദ്യങ്ങളായി 6 ചോദ്യങ്ങളും ഉണ്ടാവുന്ന പ്രശ്നമേയില്ല. ഇവിടെ നാം ഇതുവരെ പഠിച്ച 3 ആശയങ്ങളും
ഒരു ചോദ്യത്തിലൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ 6 ഉപചോദ്യങ്ങൾ, 6 സബ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. നമുക്ക് ചോദ്യങ്ങളെ ഓരോന്നോരോന്നായി പരിഗണിക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്. അതായത് ഓക്സിജന്റെ ആറ്റോമിക മാസ് 16 ആണ് എന്ന് തന്നിട്ടുണ്ട്. എ എന്ന ക്വസ്റ്റ്യൻ നോക്കൂ. 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര GAM ആണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആണ്. അതായത് 16 ഗ്രാമിനെയാണ് ഒരു GAM എന്ന് വിളിക്കുന്നത്. എങ്കിൽ 64 ഗ്രാമിൽ എത്ര 16 ഗ്രാം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അഥവാ 64നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്നാണ് കിട്ടുക. അതായത് 4 16 ചേരുമ്പോഴാണ് 64 ആവുക. അതിനർത്ഥം 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 4 GAMന് തുല്യമാണ്. ഇത് നമുക്ക് സാധാരണ കണക്കുമായി കമ്പയർ ചെയ്യാം. ഒരാളുടെ കയ്യിൽ കുറച്ച് നാരങ്ങയുണ്ട്. തൂക്കി നോക്കിയപ്പോൾ അത് 100 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു നാരങ്ങയുടെ മാസ് 25 ഗ്രാം ആണെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര നാരങ്ങയുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ ചെയ്യുക? മൊത്തം തൂക്കം 100 ഗ്രാം ഉണ്ട്. ഒരു നാരങ്ങയ്ക്ക് 25 ഗ്രാം മാസാണുള്ളത്. എങ്കിൽ നാരങ്ങയുടെ എണ്ണം കാണാൻ ആകെ മാസിനെ 100നെ ഒരു നാരങ്ങയുടെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 4 കിട്ടും. സമാനമാണ് ഇവിടെ ഉള്ള സബ്സ്റ്റൻസിന്റെ ആകെ മാസ് 64 ഗ്രാം ആണ്. ഇത് എത്ര GAM ഉണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു GAM എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് GAM ഇൻ 16 ഗ്രാം ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 64/16 ഈക്വൽ ടു 4. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇത് എത്ര GMM ഓക്സിജൻ ഉണ്ട് എന്നാ, എത്ര ഗ്രാം മോളിക്യുലർ മാസ് ഉണ്ടെന്നാ. ഓക്സിജൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. മാത്രവുമല്ല ചോദ്യത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. ഓക്സിജൻ O2 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്സിജൻ തന്മാത്ര എന്ന് പറയുന്നത്, ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ഓക്സിജൻ ചേർന്നിട്ടാണ് ഒരു ഓക്സിജന്റെ മോളിക്യൂൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് 16 + 16 32 32 ആയിരിക്കും. മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറയുന്നതാണ് GMM എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് 32 ഗ്രാമിനെയാണ് ഒരു GMM എന്ന് വിളിക്കുന്നത്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 64 ഗ്രാമിൽ എത്ര GMM ഉണ്ട്, അല്ലെങ്കിൽ 64 ഗ്രാം എന്ന് പറയുന്നത് എത്ര GMMന് തുല്യമാണെന്നാണ്. വളരെ സിമ്പിളാണ്. 64ൽ എത്ര 32 ഉണ്ട്, അഥവാ 64/32 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് 64 ഗ്രാം ഓക്സിജനെ നമുക്ക് 2 GMM ഓക്സിജൻ എന്നും വിളിക്കാം. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനകത്ത് എത്ര മോൾ ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന. പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്നല്ല ചോദ്യം. എത്ര ഡസൻ, എത്ര ജോഡി എന്ന് ചോദിക്കുന്നത് പോലെ എത്ര മോൾ ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ച പ്രധാനപ്പെട്ട ഒരു മോൾ കൺസെപ്റ്റ് ഉണ്ട്. ഒരു GAMൽ 1 മോൾ ആറ്റങ്ങൾ ഉണ്ടാകും. ഒരു GAMൽ അവഗാഡ്രോ നമ്പറോളം ആറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എയുടെ ഉത്തരം നമ്മൾ കണ്ടുവച്ചതാണല്ലോ. 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 4 GAM ആണ്. അപ്പോൾ ഒരു GAMൽ 1 മോൾ ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 64 ഗ്രാമിൽ, അതായത് 4 GAMൽ ഉള്ള ആറ്റങ്ങളുടെ എണ്ണം 4 മോൾസ് ആയിരിക്കും. ഇനി ഡി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിൽ എത്ര മോൾ മോളിക്യൂളുകൾ ഉണ്ടാകുന്ന, തന്മാത്രകൾ എത്ര ഉണ്ടാകുമെന്നാണ്. മോൾ കൺസെപ്റ്റ് എന്താണ് പറയുന്നത്? ഒരു GMMൽ 1 മോൾ മോളിക്യൂൾ ഉണ്ടാകുമെന്ന. ഇവിടെ നമ്മൾ ബി എന്ന ചോദ്യത്തിന് ഉത്തരമായി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് 2 GMM ഓക്സിജൻ ആണെന്ന്. അപ്പോൾ ഒരു GMM ഓക്സിജനിൽ 1 മോൾ മോളിക്യൂളുകളാണ് ഉണ്ടാവുക. ഇത് 2 GMM ഉള്ളതിനാൽ ഈ സിലിണ്ടറിനകത്ത് ഇപ്പോൾ 2 മോൾ ഓക്സിജൻ മോളിക്യൂളുകളാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ചോദ്യം ഈ എന്താണെന്ന് നോക്കൂ. ഈ സിലിണ്ടറിനകത്ത് എത്ര ഓക്സിജൻ മോളിക്യൂളുകൾ ഉണ്ടാകുമെന്നാണ്. ലളിതമാണ്. നമുക്കറിയാം 1 മോൾ എന്ന് പറയുന്നത്
അവഗാഡ്രോ നമ്പറിന് തുല്യമാണ്. അതായത് 6.02 ഇൻറ്റു 10⁻23 ആണ്. നമ്മൾ ഇതിനകത്തുള്ള മോളിക്യൂളുകളുടെ മോൾ എണ്ണം കണ്ടു കഴിഞ്ഞതാണ്. 2 മോളിക്യൂളുകളാണ് ഇതിനകത്തുള്ളത്. ഒരു മോളിലുള്ള മോളിക്യൂളുകളുടെ എണ്ണമാണ് 6.022 ഇൻറ്റു 10⁻23. അതുകൊണ്ട് 2 മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇനി അവസാന ചോദ്യം എന്താണ്? ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും, എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാകുമെന്ന. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ മോൾ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. 4 മോൾ ആറ്റങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു മോൾ എന്ന് പറയുന്നത് 6.02 ഇൻറ്റു 10⁻23 ആയതിനാൽ 4 മോളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൽ, ഈ 6 ചോദ്യങ്ങളിലൂടെ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ വരാവുന്ന എല്ലാ ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇത് കേവലം യാന്ത്രികമായി പഠിച്ചു പോകുന്നതിന് പകരം ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുവാനും 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഹൈ ഗ്രേഡ് സ്വന്തമാക്കുവാനും കഴിയും. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16. 1 gram ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഡാഷ്. എന്താണ്? ഓക്സിജൻ ആറ്റമിക് മാസ് 16 ആണ്. എങ്കിൽ ഒരു GAM ഓക്സിജൻ എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്നാണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. 16 ഗ്രാം ആയിരിക്കും. അതായത് ആറ്റമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് നമ്മൾ ഒരു GAM എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. ഒരു GAMൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഡാഷ് ആയിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു GAMൽ അവഗാഡ്രോ നമ്പറോളം ആറ്റങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. ഒരു GMMൽ അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളുകളും ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഒരു GAMലെ ഗ്രാം ആറ്റമിക് മാസിലെ ആറ്റങ്ങളുടെ എണ്ണമായതുകൊണ്ട് അവിടെ നമ്മൾ 6.02 ഇൻറ്റു 10⁻23 എന്നാണ് ഉത്തരം എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ആറ്റമിക് മാസ് ഓഫ് സോഡിയം ഈസ് 23. സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് 23 ആണ്. ഒന്നാമത് നോക്കൂ. ദ മാസ് ഓഫ് 1 GAM സോഡിയം ഈസ് ഡാഷ്. പറഞ്ഞു കഴിഞ്ഞു, 23 തന്നെയാണ്. ഹൗ മെനി GAM ആർ ദെയർ ഇൻ 69 ഗ്രാം ഓഫ് സോഡിയം? നിങ്ങൾക്ക് 69 ഗ്രാം മാസ് ഉള്ള ഒരു സോഡിയത്തിൻ്റെ കട്ട മുറിച്ചു തന്നു. ഇത് എത്ര GAM ഉണ്ടാകുമെന്നതാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 23 ഗ്രാം ആണ് ഒരു GAM. ഇവിടെ ഇത് 69 ഗ്രാം ഉണ്ട്. സോ 69/23 3 എന്നാണ് കിട്ടുക. അതായത് 69 ഗ്രാം സോഡിയം എന്ന് പറയുന്നത് 3 GAM സോഡിയമാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഈ 69 ഗ്രാം സോഡിയത്തിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. അറിയാമല്ലോ, ഇത് 3 GAM ഉണ്ട്. നമുക്കറിയാം ഒരു GAMൽ 1 മോൾ ആറ്റങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് 3 മോൾ ആറ്റങ്ങൾ ഉള്ളതിനാൽ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എഴുതിയാൽ മതി. അഥവാ 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതിയാൽ മതി. നിങ്ങളത് ഗുണിച്ചെഴുതണമെന്നില്ല, പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയാകും. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. 4 വസ്തുക്കളുടെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്. ഇതിൻ്റെ മോളിക്കുലർ മാസ് കണക്കാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം വാട്ടറാണ്. മോളിക്കുലർ ഫോർമുല കണ്ടാൽ അറിയാം. അതിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ തന്മാത്രാ ഭാരം എന്ന് പറയുന്നത് അതിനകത്തുള്ള ആറ്റങ്ങളുടെ ടോട്ടൽ മാസ്സാണ്. അപ്പോൾ 1 + 1 + 16 = 18 എന്നായിരിക്കും കിട്ടുക. അതായത് വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നോക്കൂ. ഇറ്റ് കൺസിസ്റ്റ് 1 കാർബൺ ആറ്റം ആൻഡ് 2 ഓക്സിജൻ ആറ്റംസ്. അതിൻ്റെ എല്ലാം ആറ്റോമിക മാസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കാർബണിൻ്റെ മാസ് 12, പിന്നെ 2 ഓക്സിജൻ്റെ മാസ്
2 ഇൻറ്റു 16. അപ്പോൾ ടോട്ടൽ 44 എന്ന് കിട്ടും. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44. അവസാനത്തേത് സൾഫ്യൂരിക് ആസിഡാണ്. നോക്കൂ, അതിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, 1 സൾഫർ ആറ്റമുണ്ട്, 4 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. മോളിക്കുലാർ മാസ് കാണാൻ ഓരോന്നിൻ്റെയും മാസുകൾ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 2 ഹൈഡ്രജൻ 2 ഇൻറ്റു 1 പ്ലസ് 1 സൾഫറാണുള്ളത് 32 പ്ലസ് 4 ഓക്സിജൻ 4 ഇൻറ്റു 16. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 98 എന്ന് കിട്ടും. അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് തന്മാത്രാഭാരം 98 ആണ്. ഇനി 5ാമത്തെ ചോദ്യം നോക്കുക. അമോണിയയുടെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. അമോണിയയുടെ മോളിക്കുലാർ ഫോർമുല NH3 ആണെന്നും ചോദ്യത്തിൽ കാണാം. 1ാമത്തെ ചോദ്യം നോക്കൂ. 1 GMM അമോണിയ എത്ര ഗ്രാം ആണെന്നാണ് ചോദ്യം. അത് ഡെഫിനിഷൻ തന്നെ നമുക്കറിയാമല്ലോ. മോളിക്കുലാർ മാസ് 17 ആയതുകൊണ്ട് 1 GMM അമോണിയ എന്ന് പറയുന്നത് 17 ഗ്രാം ആയിരിക്കും. അടുത്ത ചോദ്യം, 17 ഗ്രാം അമോണിയ എന്ന് പറയുന്നത് എത്ര GMM ആയിരിക്കുമെന്നാണ്. സമാനമായ ചോദ്യം ഇതിനകം നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. 17 ഗ്രാമാണ് 1 GMM. ഇവിടെ 170 ഗ്രാം ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് GMM കാണാൻ 170നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 170ൽ എത്ര 17 ഉണ്ട് എന്ന് നോക്കിയാൽ മതിയാകും. അപ്പോൾ 170/17 10 എന്ന് കിട്ടും. അതായത് 170 ഗ്രാം അമോണിയ എന്ന് പറയുന്നത് 10 GMM അമോണിയയാണ്. ഇനി C ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ എത്ര മോളിക്യൂളുകൾ ഉണ്ടാകും, തന്മാത്രകൾ ഉണ്ടാകും എന്നാണ്. നമ്മൾ പഠിച്ചു, 1 GMMൽ 1 മോൾ മോളിക്യൂളുകളാണ് ഉണ്ടാവുക. അതായത് അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളുകളാണ് ഉണ്ടാവുക. നമുക്ക് തന്നിരിക്കുന്നത് 10 മോൾ 10 GMM അമോണിയ ആയതുകൊണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ മോളിക്യൂൾ എന്ന് പറയുന്നത് 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചെഴുതിയതിനെ 6.02 ഇൻറ്റു 10⁻24 എന്ന് എഴുതാം. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. 10 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കും. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. ഓക്സിജന്റെ ആറ്റമിക് മാസ് 16 ആണ്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് O2 എന്നതാണ് ഓക്സിജന്റെ ഒരു മോളിക്യൂൾ. ഇനി അതല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓക്സിജന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് മോളിക്കുലാർ മാസ്? മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസുകളുടെ ടോട്ടലിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുക. അപ്പോൾ ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആയതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂളിന്റെ മാസ് 16 + 16 32 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 64 ഗ്രാം ഓക്സിജനിൽ എത്ര GMM ഓക്സിജൻ ഉണ്ട് എന്നതാണ്. ആവർത്തിച്ചുള്ള ചോദ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ GMM ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 32 ഗ്രാമിനെയാണ് 1 GMM എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സാമ്പിളിൽ അടങ്ങിയിട്ടുള്ള GMMന്റെ എണ്ണം എന്ന് പറയുന്നത് 64/32 = 2 ആയിരിക്കും. ഇനി 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പാണ്. 6.02 ഇൻറ്റു 10⁻23 ഓക്സിജൻ മോളിക്യൂളുകൾക്ക് എത്ര മാസ് ഉണ്ടാകും എന്നതാണ് ചോദ്യം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? അതൊരു മോൾ മോളിക്യൂൾ ഉണ്ടല്ലോ. ഒരു മോൾ മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് ഒരു GMM ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു GMM ഓക്സിജന് എത്ര മാസ് ഉണ്ട് എന്നതാണ് ചോദ്യം. നമുക്കറിയാം 32 ഗ്രാമിനെയാണ് 1 GMM എന്ന് പറയുക. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ 1 മോൾ ഓക്സിജൻ മോളിക്യൂളുകൾക്ക് 32 ഗ്രാം മാസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായി ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 7ാമത്തെ ചോദ്യം നോക്കൂ. 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 44 ഗ്രാം ആണ്. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ആർ ദെയർ ഇൻ 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. അപ്പോൾ ആദ്യം ഒരു ഇൻഫർമേഷൻ തന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ GMM എന്ന് പറയുന്നത് 44 ഗ്രാം ആണ്. അതായത് 44 ഗ്രാമിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. എങ്കിൽ 22 ഗ്രാം മോളിൽ എത്ര മോൾ മോളിക്യൂളുകൾ ഉണ്ടാകുമെന്നതാണ് ചോദ്യം. ഇത്തരം ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം,
എത്ര മോളിക്യൂളുകൾ ഉണ്ടാകുമെന്നല്ല ചോദിച്ചിട്ടുള്ളത്, എത്ര മോൾ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 22 ഗ്രാം എന്ന് പറയുന്നത് 44ന്റെ പകുതിയാണ്. അതായത് 44 ഗ്രാം ഉണ്ടെങ്കിൽ അതിൽ 1 മോൾ മോളിക്യൂളുകൾ ഉണ്ടാകുമായിരുന്നു. ഇവിടെ 22 ഗ്രാമേ ഉള്ളൂ, അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതായത് ഹാഫ് മോൾ ഓഫ് മോളിക്യൂൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹാഫ് GMM ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്ര മോൾ ഉണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു 44 ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ ഇത് 1 മോൾ മോളിക്യൂൾ ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഇത് അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഹാഫ് മോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കൂ, ഇതിൽ എത്ര മോളിക്യൂളുകൾ ഉണ്ടെന്നാണ്. അതായത് കൃത്യമായി എണ്ണം പറയാനാണ് പറഞ്ഞത്, എത്ര മോളിക്യൂൾ ഉണ്ട് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ് 1 മോളിൽ അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളുകൾ ഉണ്ടാകും. അഥവാ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂളുകൾ ഉണ്ടാകും. ഇത് അര മോളേ ഉള്ളൂ. സ്വാഭാവികമായും ഹാഫ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂളുകളായിരിക്കും 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. A few samples are given. 4 gram of hydrogen, 32 gram of oxygen, 88 gram of carbon dioxide. First question നോക്കൂ. Find out the number of moles of molecules in each sample. ഓരോ സാമ്പിളിലെയുമുള്ള മോളിക്യൂളുകളുടെ മോൾ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കാര്യങ്ങൾ ഏകദേശം ധാരണ വന്നു കഴിഞ്ഞതിനാൽ വേഗത്തിൽ ഉത്തരം പറഞ്ഞു പോവുകയാണ്. 2 ഗ്രാം ഹൈഡ്രജനിൽ 1 മോൾ മോളിക്യൂൾ ഉണ്ടാകും. ഇവിടെ 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ഇതിനകത്ത് 2 മോൾ മോളിക്യൂളുകൾ ഉണ്ടാകും. അടുത്തത് 32 ഗ്രാം ഓക്സിജൻ ആണ്. 32 ഗ്രാം ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. അപ്പോൾ 32/32 1. അതായത് 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു GMM ആണ്. ഒരു GMMൽ 1 മോൾ ഓഫ് മോളിക്യൂൾ ആണ് ഉണ്ടാവുക. അടുത്തത് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആണ്. അപ്പോൾ 88/44. അതുകൊണ്ട് ഇതിൽ 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് അടങ്ങിയിട്ടുണ്ടാകും. അതിലെ സീത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 32 ഗ്രാം ഓഫ് ഓക്സിജൻ. ഇത് ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ്. 32 ഗ്രാം ഓക്സിജനിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് ചോദ്യം. അപ്പോൾ 32 ഗ്രാം എത്ര മോൾ ആറ്റം ഉണ്ടാകുമെന്ന് നോക്കാമല്ലോ. നമ്മളോട് ആറ്റം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം 16 ഗ്രാമിനെയാണ് ഒരു GAM എന്ന് പറയുന്നത്. 16 ഗ്രാമിനെ ഒരു GAM എന്ന് പറയും. അപ്പോൾ എത്ര ആറ്റമുണ്ട് എന്നറിയാൻ ഇതിൽ എത്ര മോൾ ആറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ആദ്യം കണക്കാക്കാം. അപ്പോൾ 32/16 2. അതായത് 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 2 GAM ഓക്സിജൻ ആണ്. ഒരു GAM ഓക്സിജനിൽ അവഗാഡ്രോ നമ്പറോളം ആറ്റങ്ങൾ ഉണ്ടാകും. ഇത് 2 GAM ഉള്ളതുകൊണ്ട് ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. ഒരു ചേംബറിൽ 2 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 അമോണിയ മോളിക്യൂൾസ് എടുത്തിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് എത്ര മോൾ മോളിക്യൂൾ ഉണ്ടാകുമെന്നാണ്. മോളിക്യൂളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, എത്ര മോൾ മോളിക്യൂൾ ഉണ്ടാകുമെന്നാണ് ചോദ്യം. നമ്മളെ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, അവഗാഡ്രോ നമ്പറോളം മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതാണ് 1 മോൾ. ഇവിടെ 2 ടൈംസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്തുള്ള മോളിക്യൂളുകളുടെ എണ്ണം 2 മോൾസ് ആയിരിക്കും. അടുത്ത് നോക്കൂ, ഇതിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്നാണ്. ഏതിൽ? ഇത്രയും അമോണിയ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇത് മറ്റു രീതിയിലാണ് ചെയ്യാൻ കഴിയുക. കാരണം നോക്കൂ, ഒരു അമോണിയ മോളിക്യൂളിൽ 4 ആറ്റങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. 1 നൈട്രജനും 3 ഹൈഡ്രജനും. അപ്പോൾ ഓരോ അമോണിയ മോളിക്യൂളിലും 4 ആറ്റങ്ങളുണ്ട്. ഇവിടെ മോളിക്യൂളിൻ്റെ എണ്ണം ചോദ്യത്തിൽ തന്നിട്ടുമുണ്ട്. അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം 2 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ആയതിനാൽ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ അതിനെ
4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഓരോ മോളിക്യൂളുകളിലും 4 ആറ്റങ്ങൾ വീതമുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 4 ദാറ്റ് ഈസ് 8 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ആറ്റങ്ങളാണ് ഈ സാമ്പിളിൽ ആകെ ഉണ്ടാവുക. അവസാന ചോദ്യം, ഈ ചേംബറിനകത്തുള്ള അമോണിയയുടെ മാസ് എത്രയായിരിക്കും, അത് എത്ര ഗ്രാം ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ലളിതമാണ്. അമോണിയയുടെ മോളിക്കുലാർ മാസ് 17 ആണ്. അതായത് ഒരു നൈട്രജനും 3 ഹൈഡ്രജനും 14 + 1 + 1 + 1 17. അതായത് ഒരു GMMന്റെ ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 17 ഗ്രാം ആണ്. ഇവിടെ നമുക്ക് 2 മോൾ സബ്സ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. 2 അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 × 17 34 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ സിലിണ്ടറിനകത്തുള്ള ആകെ മോളിക്യൂളുകളുടെ മാസ് എന്ന് പറയുന്നത് 34 ഗ്രാം ആയിരിക്കും. ഈ വിഭാഗത്തിലെ അവസാന ചോദ്യം നോക്കാം. 5 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ഇൻ എ സിലിണ്ടർ. ഒരു സിലിണ്ടറിൽ 5 മോൾ ഹൈഡ്രജൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ എത്ര മോളിക്യൂളുകൾ ഉണ്ടാകുമെന്നതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ഒരു മോളിൽ അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളുകൾ ഉണ്ടാകും. 5 മോളിൽ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പറോളം മോളിക്യൂൾ ഉണ്ടാകും. അതായത് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അവസാനത്തെ ചോദ്യം, അതിലെ രണ്ടാമത്തെ ചോദ്യം, ഇതിനകത്തിരിക്കുന്ന ഹൈഡ്രജന് എത്ര മാസ് ഉണ്ടാകുമെന്നാണ്. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം 2 ഗ്രാമാണ് ഒരു GMM, 2 ഗ്രാമാണ് ഒരു മോൾ. അപ്പോൾ ഒരു മോളിന് 2 ഗ്രാം മാസ് ഉള്ളതുകൊണ്ട് 5 മോൾ ഹൈഡ്രജന് 5 ഇൻറ്റു 2 10 ഗ്രാം മാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നാം ഇപ്പോൾ ചെയ്ത ഉദാഹരണങ്ങളിലേതുപോലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക. ചോദ്യത്തിൻ്റെ രൂപം പലതരത്തിലുമാകാം. ഇപ്പോൾ വേഡ് വെബ് പദസൂര്യൻ തരത്തിലാകാം. 2 കോളം തന്നിട്ട് പരസ്പരം മാച്ച് ചെയ്യാൻ പറയാം. ഫിൽ ദ ബ്ലാങ്ക്സ് പറയാം. അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓഡ് വൺ. ഇങ്ങനെ പല രൂപത്തിലും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. എങ്ങനെയൊക്കെ ചോദിച്ചാലും പരിശോധിക്കപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളായിരിക്കുമെന്നത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഈ പരിശീലിച്ച ഈ പരിമിതമായ ചോദ്യങ്ങൾ കൃത്യമായി ആശയതലത്തിൽ മനസ്സിലാക്കിയാൽ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ 15ാമത്തെ ചോദ്യമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഒരു ചിത്രമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചിത്രം തന്നെയാണ്. അപ്പോൾ അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ബബിൾസ് മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൈസ് ഇങ്ങനെ വലുതായി വരുന്നത് കാണാം. ചോദ്യം ഇതാണ്, ഇത്തരത്തിൽ സൈസ് വലുതായി വരുന്നതുമായി ബന്ധപ്പെട്ട ഗ്യാസ് ലോ ഏതാണ്? ഏത് ഗ്യാസ് ലോ ഉപയോഗിച്ചാണ് നമുക്കിതിനെ വിശദീകരിക്കാൻ കഴിയാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, മുകളിലേക്ക് വരുംതോറും പ്രഷർ കുറയുന്നുണ്ട്, വോളിയം കൂടി വരുന്നു. അപ്പോൾ പ്രഷറും വോളിയവും തമ്മിൽ നിയമം എന്ന് പറയുന്നത് ബോയിൽ നിയമമാണ്, ബോയിൽസ് ലോ ആണ്. അപ്പോൾ അവിടെ ബോയിൽസ് ലോ എന്ന് എഴുതി വയ്ക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവ ബന്ധിപ്പിക്കുന്ന ഗണിതവാക്യം എഴുതുക, മാത്തമാറ്റിക്കൽ റിലേഷൻ എഴുതാനാണ്. അപ്പോൾ നമുക്കറിയാം, ലോ പറയുന്നത് പ്രഷറും വോളിയവും ഇൻവേഴ്സ് പ്രപ്പോർഷനിലായിരിക്കുമെന്നാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ P × V കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നതാണ്. അപ്പോൾ തന്നിട്ടുള്ള 3 ഓപ്ഷനിൽ ശരിയായി വരുന്നത് PV = കോൺസ്റ്റൻ്റ് എന്നതാണ്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ 1ാമത്തെ കോളത്തിൽ പ്രഷറും 2ാമത്തെ കോളത്തിൽ വോളിയവുമാണ്. അതായത് കുറച്ച് ഗ്യാസ് എടുത്ത് പ്രഷർ വേരി ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയി വോളിയത്തിൽ മാറ്റമുണ്ടാകും. അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ റോ നോക്കൂ. പ്രഷർ 1 ATM ഉള്ളപ്പോൾ അതിൻ്റെ വോളിയം 8 ലിറ്റർ ആണ്. പ്രഷർ 4 മടങ്ങാക്കിയപ്പോൾ അല്ലെങ്കിൽ 4 ATM ആക്കിയപ്പോൾ വോളിയം മറ്റെന്തോ ആയി. അതെത്രയാണെന്ന് എഴുതണം. അതുപോലെ ഏതോ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ വോളിയം 16 ആയി എങ്കിൽ ആ സമയത്ത് അതിൽ പ്രഷർ എത്രയായിരുന്നിരിക്കുമെന്നാണ്. അപ്പോൾ നമുക്കറിയാം, പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണ്. അതായത് ഒന്ന് കൂടിയാൽ അതിനനുസരിച്ച് മറ്റേത് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ പ്രഷർ 1 ആയിരുന്നപ്പോൾ വോളിയം 8 ആയിരുന്നു. ഇവിടെ പ്രഷർ 1 നിന്ന് 4 ഉയർന്നു, 4 മടങ്ങായി 4 ടൈംസ് ആയി വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായും വോളിയം 1/4 കുറഞ്ഞിട്ടുണ്ടാകും.
ഇൻവേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വോളിയം എന്ന് പറയുന്നത് 8/4 2 ലിറ്ററായി കുറഞ്ഞിട്ടുണ്ടാകും. പ്രഷർ 4 മടങ്ങായപ്പോൾ വോളിയം 1/4 കുറഞ്ഞു. 8 × 4 8 × 1/4 = 2 ലിറ്റർ. ഇനി അടുത്തത് നോക്കൂ. വോളിയം 16 ആയി. തുടക്കത്തിൽ അത് 8 ആയിരുന്നു. അപ്പോൾ വോളിയം 8-ൽ നിന്ന് 16 ആയി. 2 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ 2/1 കുറഞ്ഞിട്ടുണ്ടാവും, ഹാവ്ഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ATM ഉള്ളപ്പോഴാണ് 8 ലിറ്റർ ഉണ്ടായിരുന്നത്. വോളിയം ഇവിടെ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രഷർ എന്ന് പറയുന്നത് 1/2 പകുതിയായ ഹാഫ് ATM ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം. ഊതി വീർപ്പിച്ച ഒരു ബലൂണിന് 300 കെൽവിൻ ടെമ്പറേച്ചറിൽ 300 കെൽവിൻ താപനിലയിൽ 500 സെൻറ്റിമീറ്റർ ക്യൂബ്ഡ് വോളിയമുണ്ട്. അതിൻ്റെ സൈസ് 500 സെൻറ്റിമീറ്റർ ക്യൂബ്ഡ് ആണ്. ഇതെടുത്ത് റെഫ്രിജറേറ്ററിനകത്ത് വെച്ച് തണുപ്പിക്കുന്നു എന്നാണ്. 276 കെൽവിനിലേക്ക് തണുപ്പിച്ചു. 300 ആയിരുന്നു, ടെമ്പറേച്ചർ 276ലേക്ക് താഴ്ത്തി. അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം അതിൻ്റെ സൈസിൽ മാറ്റം വന്നിട്ടുണ്ടാകും. അപ്പോൾ സൈസ് എത്രയാണെന്ന് കൃത്യമായി കാണാൻ പറഞ്ഞിട്ടില്ല. 3 വോളിയം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാകാനാണ് സാധ്യത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വോളിയം 500 ആയിരുന്നു, അപ്പോഴത്തെ ടെമ്പറേച്ചർ 300 ആണ്. റെഫ്രിജറേറ്ററിലേക്ക് വെച്ചപ്പോൾ ടെമ്പറേച്ചർ താഴ്ന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ചാൾസ് ലോ അനുസരിച്ച് ടെമ്പറേച്ചർ താഴുമ്പോൾ അതിൻ്റെ സൈസും ചെറുതായിട്ടുണ്ടാകും, വോളിയവും ചെറുതായിട്ടുണ്ടാകും. അതിനാൽ ഇനിഷ്യൽ വോളിയം 500 ആയിരുന്നതിനാൽ ഇപ്പോഴത്തെ വോളിയം അതിനേക്കാൾ കുറവാകാനേ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരേ ഒരു വാല്യൂ മാത്രമാണ് ഓപ്ഷനിലുള്ളത്, 460 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഇപ്പോൾ ഈ ബലൂണിൻ്റെ വോളിയം 460 സെൻറ്റിമീറ്റർ ക്യൂബ്ഡ് ആകാനാണ് സാധ്യതയുള്ളത്. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഈ ലോ പ്രസ്താവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിയമം ചാൾസ് ലോ ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിക്കേണ്ടതാണ്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് പറയുക? കുറച്ച് ഗ്യാസ് എടുത്തു, അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ ടെമ്പറേച്ചർ മാറ്റം വരുത്തിയാൽ ടെമ്പറേച്ചർ എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതേ റേറ്റിൽ തന്നെ അതിൻ്റെ വോളിയവും ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രമാത്രമാണോ കുറയ്ക്കുക അതേ റേറ്റിൽ തന്നെ അതിൻ്റെ വോളിയവും കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആശയങ്ങളും പരമാവധി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ ചോദ്യങ്ങൾ പരിശീലിച്ചാൽ ഫോക്കസ് ഏരിയയിൽ നിന്നും ഇത്തവണത്തെ SLC പരീക്ഷയിൽ വരുന്ന മുഴുവൻ ചോദ്യങ്ങളും സധൈര്യം നേരിടാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.